ഗ്രേറ്റ്. എനിക്ക് വേർഡ്സ് കിട്ടുന്നില്ല. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. രാജേഷ് മാധവൻ എന്ന ഡയറക്ടർ അഴിഞ്ഞാടിയ ഒരു മൂവിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. കോമഡി ഉണ്ട്. ഇറ്റ്സ് വെരി ഡീപ്പ്. ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ഞാൻ പുള്ളിക്കാരനെ ഇപ്പോൾ കണ്ടിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് വന്നതാണ്. ഹീ ഈസ് എ ജെം. There is nothing else to say. Thank you. അടിപൊളി കേട്ടോ. എന്ന് വെച്ചാൽ ഒരു വിവേകമില്ലാത്തൊരു നാട്, ഒരു വെളിവില്ലാത്തൊരു നാട്ടിലെ ഒരു പട്ടി മാത്രം വെളിവുള്ളൊരു പട്ടി, ആ ഒരു കൺസെപ്ഷനാണ് എഴുതിയിരിക്കുന്ന. രാജേഷ് ഉഗ്രനായിട്ട് പടം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുന്നത് ചെമ്മൻ ചാക്കോൻ്റെ എഡിറ്റിങ്, കിഡിലിൻ്റെ എഡിറ്റിങ്. അത് ടോവിനോ മറ്റേ പട്ടിക്ക് വേണ്ടി ഒരു സൗണ്ട് കൊടുത്തിട്ടുണ്ട്, പട്ടിയടിച്ച് എന്തുകൾക്ക് വേണ്ടി ഒരു സൗണ്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കിടിലും കേട്ടോ. വെറൈറ്റി മേക്കിങ് ഉഗ്രനായിട്ടുണ്ട് പടം. എന്ന് വെച്ചാൽ നമുക്കൊരു മടുപ്പില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ കിടിലം പടം. അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെറൈറ്റി മേക്കിംഗ്, പക്ക കോമഡി. എന്ന് വെച്ചാൽ നല്ലൊരു ടീം അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വെളിവില്ലാത്ത ഗ്രാമത്തിലെ ഒരു കഥ, ഒരു വെളിവുള്ള ഒരു പട്ടി മാത്രം അവിടെ. അടിപൊളി കിടില്. നല്ല സിനിമ, അടിപൊളി ഒരു വെറൈറ്റി പടം. നല്ല വർക്കായിരുന്നു. കോമഡിയും കുറേ മിക്സാണ്. കോമഡിയാണ് പടം. ഫാമിലി സംഭവം വർക്കായിരുന്നു. അടിപൊളി, ഭയങ്കര ഗംഭീരമാണ്. പിന്നെ എൻ്റെ സിസ്റ്ററാണ് ഇതിൽ ഹീറോയിനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. അതെ അതെ, എല്ലാവരും ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. പിന്നെ രാജേഷ് ചേട്ടൻ ഞങ്ങൾ കുമ്പളിങ്ങ നൈറ്റ്സ് തൊട്ടുള്ളൊരു ബന്ധമാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. ഡേവി ചേട്ടനും ഞാനൊക്കെ ഭീഷ്മപർവ്വത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫാമിലി പടമാണ്. പിന്നെ എൻ്റെ സിസ്റ്ററാണ് ഇതിൽ ലീഡ് റോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പേഴ്സണലാണ് പെണ്ണും പോരാട്ടം. അപ്പോൾ അതുകൊണ്ട് മാത്രം പറയുന്നതല്ല, അതല്ലാതെ ഞാൻ പുറത്തുനിന്ന് ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം. താങ്ക് യു. ഈ പറയുന്ന പോലെ തന്നെ പുതിയ ആർട്ടിസ്റ്റുകളാണ് അവർ. നമുക്ക് ഒട്ടും എന്താ പറയുക, നമുക്കൊന്നും ലാഗ് ചെയ്യിക്കുന്നില്ല. കാരണം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നു. നല്ല പെർഫോമൻസ്, വളരെ നന്നായിട്ട് രാജേഷ് അത് മേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഒരു പുതു അനുഭവമാണ് ഇത്തരം സിനിമ. ഏതാണ്? അതെ അതെ, ബെറ്ററാണ്. നന്നായിട്ട് പല പൊളിറ്റിക്സ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് വളരെ കണക്റ്റാകുന്ന പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്, നന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയൂ, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. ബിക്കോസ് ഞങ്ങളൊക്കെ ഇതിൽ അഭിനയിച്ചവരാണ്, ഭാഗമായിട്ട് നിന്നവരാ. സോ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു പടമാണ്. സോ ഒരു 2 വർഷത്തോളം ഈ പടത്തിൽ ജേണിയായിട്ട് നിന്ന് ഇതിൽ അഭിനയിച്ച് ചെയ്തതാണ്. രാജേഷ് മാധവൻ്റെ ഒരിക്കലും ഡെബ്യൂട്ടാണെന്ന് പറയൂല. എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. ഭയങ്കര പുള്ളിക്കാരൻ്റെ ഹാർഡ് വർക്ക് ഇതിൽ കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്ന സാധനമാണെങ്കിലും മാക്സിമം പുള്ളി പറഞ്ഞത് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്, ആ റോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ വന്ന് കാണുക, എങ്ങനെയുണ്ടെന്ന് പറയുക. ദാറ്റ്സ് ഓൾ. നല്ല സിനിമയാണ്. ഇപ്പം ഞങ്ങളൊക്കെ അഭിനയിച്ച ആൾക്കാരാണ്. പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പറയുന്നു. ഒരു സന്തോഷം, എല്ലാവരും കൈയടിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷം പറയുന്നുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. 100ഓളം പുതുമുഖങ്ങളുള്ള സിനിമയാണ്. എല്ലാവരും സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ടെക്നീഷ്യന്മാർ കുറേ നല്ല ടീമുകളാണ്. പടം നന്നായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. രാജേഷേട്ടൻ്റെ ആദ്യ സംവിധാനം നന്നായി ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ സിനിമയല്ല, ഒരു വലിയ സിനിമയാണത്. വലിയ സിനിമ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ ഭയങ്കര സന്തോഷം. എന്തായാലും പടം നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും പടം കാണുക, തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും പെണ്ണും പൊറാട്ടും ഇഷ്ടപ്പെടും. പടം കോമഡിയാണ്. കോമഡി ജോണറിലും പോകുന്നുണ്ട്. എല്ലാ ഇമോഷനിലും വന്നു പോകുന്നുണ്ട്. കോമഡി ഉണ്ട്. ഒരു ആക്ഷൻ പരിപാടിയിലേക്ക് പോകുന്നുണ്ട്. ലാസ്റ്റ് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ ജോണറിലും പരിപാടി വരുന്നുണ്ട്. കാസ്റ്റിംഗ് ആണെങ്കിലും ശരി, എല്ലാം വൃത്തിക്ക് പണിയെടുത്ത ഗംഭീര സിനിമ. ഭയങ്കര അടിപൊളി രസമല്ലേ. പിന്നെ ഉഷാർ അത് അവർ കുറച്ചും കൂടി കണക്റ്റ് ആവും. ഭയങ്കര രസമുണ്ട്. ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പാലക്കാട് നേർജീവിതത്തിലെ ഒരു ക്യാമറ വെച്ചൊരു ഫീല് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും അഭിനയിക്കുന്നതായിട്ട് തോന്നിയില്ല. ഇതാണ്. പുതുമുഖങ്ങളാണെങ്കിലും അവരെല്ലാം അടിപൊളിയായിട്ട്. പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ്. അവർക്ക് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ ഡ്രാമയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും എനിക്ക് പരിചയമുള്ള 1-2 മുഖങ്ങളുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല കറക്റ്റ് ഫീൽ കിട്ടി നമുക്ക്. ആരും സാർ താങ്ക് യു. ടോവിനോട് ആണെങ്കിലും അവസാനം നമുക്ക് ബേസിലിൻ്റെ ആണെങ്കിലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ പുള്ളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അത്. നറേഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ പറയുകയാണെങ്കിൽ സിനിമയുടെ ഓളിനോട് പറയുകയാണെങ്കിൽ നല്ലൊരു ഫ്രെയിം, എല്ലാ ഫ്രെയിമുകളും നല്ലതാണ്. പിന്നെ അതിനകത്തുള്ളൊരു മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പെർഫോമൻസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും. കാരണം എക്സ്പീരിയൻസിൻ്റെ ഉള്ള ആൾക്കാരല്ല. ഈവൻ എനിക്ക് തോന്നുന്നുണ്ട് ഡ്രാമയിലൊക്കെ ഉണ്ടാവും, പക്ഷേങ്കിൽ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും ഫെസ്റ്റിവലിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത സിനിമയാണല്ലോ. അപ്പോൾ ഇവിടെ കാണാനുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു. പക്ഷേ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര എക്സ്പീരിയൻസ്. ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ഇങ്ങോട്ട് വരുമ്പോൾ തിയേറ്ററിന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളെ കണ്ടു നിറയുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും അതിനി ഒരു തുടക്കം മാത്രമല്ല, ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ അല്ലേ? അതെ, തീർച്ചയായിട്ടും. റെസ്പോൺസാണ് വരുന്ന സിനിമയെ പറ്റി എന്താ പറയാനുള്ളത്? ഇതൊരു നല്ല ഓപ്പണിംഗ് ആയിരിക്കും, നല്ലൊരു ബ്രേക്ക് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, എന്താ പറയാനുള്ള പെർഫോമൻസിനെ പറ്റി? എന്താ പറയാൻ, ഒന്നുമില്ല. ഭയങ്കര സന്തോഷം. ഈ കൈകടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതാ ഫസ്റ്റിലെ പടം. ഒന്നും പറയാനില്ല. വളരെ സന്തോഷം. പ്രത്യേകിച്ച് രാജേഷ് മാധവൻ സാറിനോടും സന്തോഷ് ടിക്കർവാൾ സാറിനോടും ഒരുപാട് നന്ദി. നല്ല എക്സ്പീരിയൻസ്. എന്താ, നമ്മളെ ഒരു സാധാരണ ഒരു ആൾക്കാരനെ ഈ സിനിമയിലേക്ക് എത്തിച്ചത് തന്നെ ഏറ്റവും വലിയ ഒരു കടപ്പാടും എല്ലാം ഉണ്ട്. എക്സ്പീരിയൻസ് ഭയങ്കര. അവരെന്തിനാണ് ഞാൻ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതെ. ടൊവിനോനെ ടൊവിനോ ഒരു സുഹൃത്തായതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടായിരുന്നു. പക്ഷേ ഇത് ടോവിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വരണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യം ഫസ്റ്റ് ഒരു ടൊവിനോനും കൊണ്ടുപോയി കാണിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഉള്ള കോൺസ്റ്റൻറ്റ് സപ്പോർട്ടാണ് ടൊവിനോ. അത് ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ട്. അത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. തീർച്ചയായിട്ടും. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതങ്ങനെ ഇത് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്ത സിനിമയാണ്. അത് ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് ഈ സിനിമയുടെ മേക്കിങ്ങിലൊക്കെ. അപ്പോൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞ ആൾക്കാർ മോശം പറയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ പോകുന്നതാണ് വിചാരിക്കുന്നത്. ചേട്ടാ, ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ പുതിയ താരങ്ങളെ വെച്ച്, പാലക്കാട് നിന്ന് പുതിയ താരങ്ങളെ വെച്ച്, അതും ഫസ്റ്റ് അവസരത്തിൽ തന്നെ, ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇത്രയും പെർഫോമൻസ് ചെയ്യിപ്പിക്കുന്ന ചെറിയ കാര്യമല്ല. അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഉള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം മറ്റ് ജില്ലകളിൽ നിന്ന് റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾക്ക് അതിലുള്ള സന്തോഷം നിങ്ങളുടെ കണ്ണുകളിലെ കുറിച്ച് തെളിയുന്നുണ്ട്? എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കാസർഗോഡുകാരെ വെച്ചിട്ട് കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ഏരിയ വെച്ചിട്ട് സിനിമ എടുക്കുന്നത് കൊല്ലംകോടുകാരെ വെച്ചിട്ടാണ്. കൊല്ലംകോടത്തെ മനുഷ്യന്മാർ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഈ സിനിമേനെ മാറ്റിയത്. അല്ലെങ്കിൽ കാസർഗോഡ് ചെയ്യേണ്ടതായിരുന്നു ഈ സിനിമ. അപ്പോൾ അവരെ കണ്ടെത്താൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും, അവരെ വർക്ക് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും, അവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഈ സമയം എപ്പോഴൊക്കെ എടുത്തതെന്നുള്ളത് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് കാണാൻ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. എനിക്ക് ഒരു 100ഓളം പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അവരിൽ കുറേ ആൾക്കാർ മലയാള സിനിമയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു. അതെ, കുറച്ചധികം പ്രയോഗങ്ങളുണ്ട്. ഭയങ്കര സന്തോഷമാണ്. പോസിറ്റീവ് റെസ്പോൺസാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. കുറേ ന്യൂ കമേഴ്സിൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഫിലിം. 100ഓളം പുതുമുഖങ്ങളും പിന്നെ 400ഓളം അനിമൽസ് ഈ സിനിമയിലുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മസ്റ്റ് വാച്ചായിട്ട് തിയേറ്ററിൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആസ് എ ക്രൂ മെമ്പർ ഞാൻ എല്ലാവരോടും പറയുന്നു. ഐ തിങ്ക് യു വിൽ നോട്ട് മിസ് ഇറ്റ്. താങ്ക് യു ഗൈസ്. ചേട്ടൻ്റെ ആദ്യ ഡയറക്ഷനാണ്. ഈ സ്റ്റോറി കുറച്ച് കാലമായിട്ട് രാജേഷ് ഇങ്ങനെ പറയുമായിരുന്നു. ചെറിയ സിനിമ ചെയ്യണമെന്നായിരുന്നു ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയൊരു സിനിമ ആദ്യം ഇത് കഴിഞ്ഞ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോറി പാലക്കാട് ബേസ് ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളത് ഇവിടെ ഒരു 2 years മുമ്പ് നമ്മൾ തീരുമാനിച്ചു. പാലക്കാട് വന്ന് സിനിമ 2 years ആയി നമ്മളിതിൻ്റെ പിന്നാലെ എല്ലാവരും ഓടുന്നു ഇതിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളും എല്ലാവരും പോയിട്ട് സിനിമ കാണിക്കണം. താങ്ക് യു ഗൈസ്. വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഞാൻ ഈ പടത്തിൽ കയറി വരുന്നത്. ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ സ്കൂൾ സീനിയർ ആയിരുന്നു. അങ്ങനെ ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കയറിയതാണ്. ഇത്ര നന്നായിട്ടത് ഇത്ര ഭംഗിയായിട്ട് വരുന്നത് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര സന്തോഷം.